പ്രൊഡ്യൂസറുടെ ഒരു പാട്ട് കേട്ടാലോ? അയ്യോ അല്ല, മണിനാഥൻ പോലുള്ള ഒരുപാട് വലിയ പരിപാടികളിൽ പാടിയിട്ടുള്ളതാണ്. അപ്പൊ പാടുമ്പോ അയ്യോ എന്തിന്? അല്ല പാട്ടിന്റെ ആവശ്യമില്ലല്ലോ. എന്തിന് പാട്ടെന്ന് ഒരു പുഷ്പം വേണോ? പിന്നെന്ത് ഇവിടെ അങ്ങനെയാണ് ഞാനൊരു മെമ്മറി ഷെയർ ചെയ്യുന്നു ഈ സമയത്ത്. പ്രഭാതകരിൽ നടക്കുന്ന സമയം. അപ്പം നമ്മള് ഒരു ദിവസം തന്നെ ഒരു 6-7 എപ്പിസോഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് ഇൻട്രോ പറഞ്ഞു അവസാനം ഇല്ലാതാവും. ഇല്ല ഇൻട്രോ പുതിയ ഞങ്ങൾ എന്ത് പറയും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിക്കും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു പോകണം, ഞാൻ ഒരു പാട്ട് പാടും. ഞാനിപ്പോ ഒരു പാട്ട് പാടി ബാക്കി നീ പറഞ്ഞോന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവൻ അങ്ങോട്ട് ദേഷ്യം കേട്ടു ഞാൻ ഇന്ന് പാട്ട് പാടും. ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് ഞാൻ എന്നിട്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് പാട്ട് പഠിപ്പിച്ചു. അപ്പൊ ഒരു പുഷ്പം ഒരു പുഷ്പം പാടണേ. ഞാൻ അവിടെ തിരുത്തു, പുഷ്പം അല്ല പുഷ്പം എന്ന് പറഞ്ഞു. പുഷ്പം പാടിയ അല്ല എന്താ കുഴപ്പം, നമ്മള് പുഷ്പന്നേ പാടുള്ളൂ. അങ്ങനെ ഈ പാട്ട് പാടുമ്പോഴല്ലോ പ്രൊഡ്യൂസർ അവിടെ പാട്ട് പാടണ്ട, പാട്ട് പാടിയാൽ 2-3 പ്രാവശ്യം പാടി നോക്കി. അപ്പൊ ചേച്ചി സഹിച്ചു, രേണു ചേച്ചി നമ്മുടെ രേണു ചേച്ചി വരുന്നു. ചേച്ചി സഹിക്കുന്നുണ്ട് കൊറേയൊക്കെ, നന്നാവാൻ ഇടാം എന്ന് വിചാരിച്ചിട്ട് തന്നെ. പക്ഷെ ഒരു ആക്ച്വലി പുഷ്പം മാറ്റാതെ അവസാനം ചേച്ചി പുഷ്പം ഇല്ലാത്തൊരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു അവസാനം. പാട്ട് വേണ്ട ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പാടാം. അതിന് മുമ്പ് ഇവന്റെ ഒരു ബംഗാളി പാട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് പാടി നിർത്താം. അത് നന്നായിട്ട് പാടൂട്ടാ, സീരിയസ് ആയിട്ട്. പുഷ്പം വേറെ, പക്ഷെ ഇത് നന്നായിട്ട് പാടും. ഭാഷ നമുക്ക് അറിയില്ല. തെറ്റിയാൽ ഇതുപോലെ വർക്ക് ലൈഫ് ഇത് ബാലൻസ് ചെയ്യുന്ന ഉറക്കം കിട്ടിയാൽ പാട്ടോ ബംഗാളി പിന്നെ അത് ഉറപ്പായിട്ട് വേണം. ബംഗാളി പാട്ട് വേണം. कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वही चला हाय रे, उम्र का ये ताना बाना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे, कि देखे न भाले न जाने न दाए रे, दिशहारा कैब में मौका മൊണ്ടാരേ സൂര്യ ഇതെങ്ങനെ അറിയാ? ബംഗാളികൾ മൊത്തം ഇവിടെ ഉണ്ട് കേരളത്തിൽ. നമ്മള് ഫ്രണ്ട്സാണ് അല്ലേ? ഒരു ദിവസം ബംഗാളി ടച്ച് ചെയ്യാത്ത ഒരു ദിവസം ലൈഫില്ലല്ലോ. സംസാരിക്കും ഓട്ടോമാറ്റിക്കലി. അല്ല അത് പാടിയപ്പോ ഞാൻ ഞെട്ടിട്ടോ, ഇവന്റെ മാത്രം പാട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായ പാട്ടാണ്. നമ്മുടെ നാട്ടിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്കെല്ലാം വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അല്ല ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് അതിന്റെ അകത്ത്. ഇപ്പം അതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ലൈക്ക് മാജിക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, കുട്ടികൾ വരെ ഭയങ്കര സ്കിൽഡ് ആയിട്ട്. നമ്മുടെ മലയാള പാട്ടുകൾ ഒരുപാടൊന്നറിയോ? മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ. ഏറ്റവും നല്ല സിംഗർ ശ്രേയ ഘോഷൽ ബംഗാളിയാണ്. അങ്ങനെ ബംഗാളി എന്ന് പറഞ്ഞാൽ നമ്മള് പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം. ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ തിരുത്തുവാ, അടി കിട്ടിയാലോ വെച്ചിട്ട് ഉടനെ ബംഗാളി പാട്ടുണ്ട്, ബംഗാളി പാട്ട് പാടാ. ബംഗാളികൾ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അതാണ് അപ്പൊ ജീവിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ അറിയാവേ. എന്നാ പിന്നെ എന്തുകൊണ്ട് ഉറങ്ങുന്നില്ല? അതെനിക്ക് പറ്റാത്തോണ്ടാന്ന് പറഞ്ഞില്ലേ, ഞാൻ മനപ്പൂർവ്വം ഇന്ന് ഉറങ്ങരുത് എന്ന് വിചാരിച്ച് കിടക്കുന്നതല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ തീരെ ഉറങ്ങാതെ ഞാൻ ചത്തുപോയില്ലേ. ഞാൻ തീരെ ഉറങ്ങുന്നില്ല എന്നല്ല, വെളുപ്പിനൊക്കെ ആവുമ്പോ നമ്മൾ അറിയാതെ ഉറങ്ങി പോവില്ലേ. ഒരു 4 മണിയൊക്കെ ആകുമ്പോ 5:30 എണീക്കണം, മോളെ സ്കൂളിൽ ഉണ്ട്. അതാണ് അവസ്ഥ. അല്ല അതിനാണ് ഈ പാട്ട് തീരുന്നത്. മോള് ഒന്ന് വിളിച്ചോണത്തിന് രാവിലെ ഈ പാട്ട് തീരുന്നത് അങ്ങനെയാണ്. മോളൊന്നും വിളിക്കുന്നില്ല. അമ്മ ഇതൊരു എൻറ്റില്ലേത്.